വിശ്വാസം ജീവിക്കുന്ന പ്രാർത്ഥനാ വരമുള്ള ഒരു വ്യക്തിയായി എന്നെ വളർത്തണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. യേശുവേ പ്രാർത്ഥനാ വരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾക്ക് വിശ്വാസം പ്രാർത്ഥനാ വരം നൽകണമേ. യേശുവേ തീവ്രവേദനയിൽ മുഴുകുമ്പോൾ പോലെ തീഷ്ണമായി പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലുക്ക 10:30 എഴുതേ. ലുക്ക 10:37. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലുക്ക 10:37. അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അതായത് കരുണ ഒരു വാല്യൂ ആണ്. ഇതിൻ്റെ ഉടമ്പടിയുടെ ഒരു വാല്യൂ ആണ് കരുണ. കരുണ എന്തിനു വേണ്ടിയുള്ളതാണ്? കാണിക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? കരുണ ചുരുട്ടിക്കെട്ടി പെട്ടിടകത്ത് വെച്ച് അലമാരിയിട്ട് താക്കോലിട്ട് പൂട്ടാനുള്ളതല്ല, കരുണ കാണിക്കാനുള്ളതാണ്. കരുണ ഒരു വാല്യൂ ആണ്. ഈ കരുണ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഉടമ്പടിയോട് കൂടി നിങ്ങളുടെ വസ്ത്രങ്ങൾ പങ്കുവെക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം പങ്കുവെക്കുന്നു അല്ല പ്രശ്നം. നിങ്ങൾക്ക് കരുണ എന്ന കരുണ എന്ന് പറഞ്ഞാൽ എന്താ? മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള സഭയുടെ എല്ലാ ആൾക്കാരും കരുണയെക്കുറിച്ച് പറയും. കരുണ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ? വാട്ട് ഈസ് ഇറ്റ്? കരുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന സഹിക്കുന്ന സ്നേഹത്തിനാണ് കരുണയെന്ന് പറയണത്. അർഹതയില്ലാത്ത സ്ഥലത്ത് കൊടുക്കുന്ന കൈമാറുന്ന സ്നേഹത്തിനാണ് കരുണയെന്ന് പറഞ്ഞ സ്നേഹം തന്നെയാണ്. പക്ഷേ ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രതിഫലത്തിന് എന്താണ്? അവകാശം. അപ്പം പ്രതിഫലത്തിന് അവകാശമില്ലാത്ത വ്യക്തികളുണ്ടാവും സമൂഹത്തിൽ. മനസ്സിലായില്ലേ? പ്രതിഫലത്തിന് അവകാശമില്ലാത്ത, നിങ്ങൾ കരുണ കാണിക്കാൻ യാതൊരു അർഹതയുമില്ലാത്ത വ്യക്തികളുണ്ടാവും. നിങ്ങൾ പറയാം അവൻ ഞങ്ങളുടെ ഇപ്പം നിങ്ങൾ കുടുംബത്തിൽ തന്നെ വിചാരിച്ചോ, കുടുംബത്തിൽ തന്നെ ഇപ്പം നിങ്ങളുടെ അനിയൻ്റെ അവൾക്ക് പഠിക്കാൻ പൈസ ഇല്ല. അപ്പം നിങ്ങളെന്താ പറയണത്? ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഓഹരി തന്നെയാണ്, അവന് കിട്ടിയ ഓഹരി തന്നെ ഞങ്ങൾക്കും കിട്ടിയത്. അവൻ കുടിച്ച് തേച്ച് മുഴുകി കളഞ്ഞ്. അതിപ്പോൾ ഞങ്ങളെന്നാ ചെയ്യാനാ? മനസ്സിലായില്ലേ? ചേട്ടൻ അനുജന് തുല്യ പങ്കാളിത്തമാണ് കിട്ടിയിരിക്കണത്. അപ്പം മറ്റേ വെള്ളം അടിച്ച് വീശി കളഞ്ഞ് അതിൻ്റെ ഭവിഷ്യത്തായിട്ട് അനുഭവിക്കണം അവൻ്റെ മകളാണ്, അല്ലേ? അവളുടെ മകൾ 1-2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതേസമയം തന്നെ ഞങ്ങളെന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്കും കിട്ടിയ ഓഹരി തന്നെയാണ് അവർക്കും കിട്ടിയത്. അവർക്ക് കിട്ടിയത് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത്. അവൻ കുടിച്ച് തേച്ച് കഴിക്കഴിഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യാനാണ്? അവിടെ പ്രശ്നം. ഇവളെന്താ ഇങ്ങനെ പറയാൻ കാര്യം? അവളെങ്ങാനും സഹായിച്ചാൽ അവളും പഠിച്ച് ഇവളുടെ മകളെപ്പോലെയാകും. അതാകരുത്. അതിനാണ് ഈ ഉഡായിപ്പ് പറയണത്.
ആൾ ഉടമ്പടി എടുത്ത് സിൽവർ ഗ്രേയായിട്ട് പറഞ്ഞൊരു കാര്യമില്ലേ, കയ്യിരിപ്പ് മോശമാണ്. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയണത്? ഈ ചേട്ടത്തി ഇപ്പം ചേട്ടൻ്റെ ഭാര്യ ഭർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് കോളേജിൽ കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ മാർക്ക് ലിസ്റ്റ് തിരിച്ച് കിട്ടാനോ പൈസ ഇല്ല കൊടുക്കാൻ. അപ്പോൾ അത് പൈസ ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇവർ പറഞ്ഞത് എന്താണ്, ഞങ്ങൾക്ക് ഇതൊക്കെ എന്ത് കാര്യം, ഞങ്ങൾക്ക് കിട്ടിയ അത്രയും കാശ് അവർക്ക് കിട്ടിയായിരുന്നു, അനിയെ കുടിച്ച് തേച്ച് കഴുകി കളഞ്ഞിട്ടാണ് അത് നശിപ്പിച്ചത്, അതിനിപ്പോൾ ഞങ്ങൾക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്താണ് അവകാശം. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? പ്രതിഫലത്തിന് അവകാശമില്ലാത്തതും സ്നേഹിക്കുന്നവരല്ലാത്ത ആൾക്കാരും ചിലപ്പോൾ അർഹതയില്ലാത്ത ആൾക്കാരും ഉണ്ടാവും, അയൽവാസികളുണ്ടാവും, ബന്ധുക്കളുണ്ടാവും. അർഹതയില്ലാത്തവരെ നമ്മൾ സഹായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കൊടുക്കുന്ന, കൈമാറുന്ന, സഹിക്കുന്ന സ്നേഹമാണ് കരുണ. കരുണയെന്ന് പറഞ്ഞ സാധനം ഇല്ല. നമ്മളുടെ ബിബ്ലിക്കലി സ്പീക്കിംഗ് കരുണ, ലോകത്ത് കരുണയുണ്ട് സ്വാഭാവികമായി. ഇപ്പോൾ ഷിബിയൊക്കെ ഉള്ള രാജാക്കന്മാർക്ക് കരുണയുടെ പ്രതീകമായിട്ട് നമ്മുടെ ഭാരത മീമാംസകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് കരുണയാണ്. പക്ഷെ നമ്മളുടെ കരുണയങ്ങ അല്ല അത്. നമ്മളുടെ കരുണ ദൈവപിതാവ് അർഹതയില്ലാത്ത നമ്മളോട് ക്രിസ്തുവിനെ നൽകിക്കൊണ്ട് കാണിച്ചൊരു കരുണയുണ്ട്. ആ കരുണയോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ധനങ്ങളും സമയവും സമ്പത്തും കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു സമർപ്പണമുണ്ട് ദൈവനാമത്തിലുള്ള, അതിനാണ് കരുണയെന്ന് പറയണത്. അപ്പം ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അപ്പം നമ്മളുടെ കരുണയെന്ന് പറയണത് ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ. ആര്? ഈശോ നമ്മളുടെ പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിക്കപ്പെട്ടുകൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് വില കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയിട്ട് കാണിച്ചിട്ടുള്ളൊരു കരുണയുണ്ട്. അതുപോലെ നിങ്ങളും പരസ്പരം യോഗ്യത നോക്കാതെ എന്നെ പ്രതി കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് ചോദിക്കണത്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം അതാണ്, കരുണ. അപ്പം ആ രീതിയിൽ കരുണ കാണിച്ച് വളർന്നു കഴിയുമ്പോൾ ദൈവത്തിന് എന്ത് സംഭവിക്കണത്? നമ്മളെ സത്യസന്ധരാണെന്ന് ദൈവത്തിന് തോന്നും, വിശുദ്ധരാണെന്ന് തോന്നും, ആത്മാർത്ഥമുള്ളവരാണെന്ന് തോന്നും. നിങ്ങളുടെ പല വർക്കുകളും അതെന്താ പ്രശ്നം? ഇപ്പം തന്നെ അതായത് ഉടമ്പടി ഒരു ചൊല്ലുന്ന അല്ലെങ്കിൽ തൽക്കാലം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രവർത്തിച്ചെന്നുള്ള അഭ്യാസം കാണിക്കുന്ന ഒത്തിരിയധികം ആൾക്കാരുണ്ട്. അതാണ് ആ ഉടമ്പടി വർക്ക് ചെയ്യാത്തത്. ഉടമ്പടി നിങ്ങൾ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാൻ പറ്റും നേരത്തെ നീ ആളെ സത്യസന്ധമായിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ തന്നെ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവം ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. എന്താണ്? അവർ സത്യസന്ധമായിട്ട് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. ഇതിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 1 പുതുക്കിയിട്ടും 2 പുതുക്കിയിട്ടും എന്തുകൊണ്ടാണ് ഒരു മൂവ്മെൻറ്റ് ദൈവഭാഗത്തുനിന്ന് ഇല്ലാത്തത്? നമ്മൾ അനങ്ങിയിട്ടില്ല. നമ്മളിപ്പോഴും ഇതിൻ്റെ ഫലം നോക്കിയിരിക്കുകയാണ്. ഓഫർ ലെറ്റർ വന്ന, വിസ വന്ന, പൈസ വന്ന, ബാങ്കുകാരൻ തിരിച്ച് വിളിച്ച് ലോൺ തരുമെന്ന് പറഞ്ഞായിരുന്നല്ല അച്ഛൻ. അത് ബാങ്കുകാരൻ്റെ ഫോൺ എടുക്കുമ്പോൾ ബാങ്കുകാരനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ പൊന്നുമകളെ നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്യ്. നിന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങളെ ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ സുവിശേഷ വേലക്കാരത്തിയായിട്ട് ദൈവസ്നേഹം നിറഞ്ഞ് കർത്താവിൻ്റെ സുവിശേഷ സാക്ഷിയായിട്ട് മാറ്. അപ്പം പിന്നെ അച്ഛൻ്റെ അവിടെ ആവശ്യമില്ല. അതോടുകൂടി കർത്താവ് നിൻ്റെ ഈ വിഷയമല്ല, വരാൻ പോകുന്ന എത്ര വിഷയങ്ങളാണ് ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോണത്. നിനക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും ദൈവം ചെയ്യും. ഇപ്പോൾ ഒരു ടീച്ചർ ദിവസം സാക്ഷ്യം പറഞ്ഞില്ല കൊച്ചിന്ന്. ടീച്ചർ പറഞ്ഞ എന്താണ്? എനിക്ക് എൻ്റെ ജോലി പോയി, പക്ഷേ കേരളത്തിൽ എനിക്ക് എൻ്റെ പ്രൊഫഷന് പറ്റിയ ശമ്പളം തരാനുള്ള കമ്പനിയില്ല, പുറത്തോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. അവർ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയമാണ്. അവരുടെ പ്രൊഫഷന്, കപ്പാസിറ്റി, ക്വാളിഫിക്കേഷന്, എക്സ്പീരിയൻസിന് പറ്റുന്ന ശമ്പളം തരാൻ പറ്റുന്ന കമ്പനി കേരളത്തിലില്ല, ശമ്പളവും കിട്ടത്തില്ല, പുറത്ത് പോകാൻ താല്പര്യമില്ല. പിന്നെ ഇവരെന്ത് ചെയ്യും? അവർ ഉടമ്പടി എടുത്ത്. അതാണ് സംഭവം. ഉടമ്പടി എടുത്തതിന് ശേഷം
അവർ ആ ഉടമ്പടി വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അരുവി ചെയ്തിട്ട് അവർ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ അവർക്ക് ലഭിക്കാമെന്ന ശമ്പളം എഴുതി കാണിക്കും കർത്താവ്. നിങ്ങളെ സാക്ഷ്യം നോക്കിയേ, കണ്ടില്ലേ, കേട്ടായിരുന്നോ? അപ്പം നമ്മൾ ഞെട്ടിപ്പോകും ശരിക്കും പറഞ്ഞാൽ. അതായത് അവർക്ക് കേരളത്തിൽ അവർക്ക് ശമ്പളം കിട്ടത്തില്ലെന്നാണ് അവരിപ്പോൾ ധരിച്ചിരിക്കുന്നത്. അത്രയും പ്രൊഫഷന് പറ്റുന്നൊരു ശമ്പളം തരുന്ന കമ്പനി കേരളത്തിലില്ല. അവർക്ക് പുറത്തു പോകാൻ താല്പര്യമില്ല. പക്ഷേ അവർ ഉടമ്പെടുത്ത് കഴിയുമ്പോൾ കുർബാന ചെയ്യുന്ന സമയത്ത് കർത്താവ് അന്തരീക്ഷത്തിൽ എഴുതി കാണിക്കും, ഈ ശമ്പളം നിനക്ക് കിട്ടുമെന്ന് പറയും. പിന്നെന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് കമ്പനി കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂവിൽ അതിനുശേഷം അവരുടെ HR വിളിച്ച് കഴിയുമ്പോൾ ശമ്പളം പറയുമ്പോഴാണ് ഇവർ കണ്ണ് നിറഞ്ഞു പോണത്. കർത്താവ് കുർബാനയുടെ സമയത്ത് പറഞ്ഞ ശമ്പളമാണ് തരണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും ഇടിവെട്ടായിട്ടുള്ള ഷാർപ്പ് ഷൂട്ടായിട്ടുള്ള ഒരു പ്രാർത്ഥനാ രൂപം നമ്മുടെ ലോകത്തിലുണ്ടാകത്തില്ല. ഞാനിപ്പോൾ നിങ്ങളെ ശാസിക്കുന്നത് മറ്റേ കാനംകാരി ചേർത്തിയെ പോലെ കരയാൻ മാത്രം അറിഞ്ഞിട്ട് അഭ്യാസം കാണിച്ചിട്ട് കണ്ണീര് കൊണ്ട് കർത്താവിനെ പറ്റിക്കാതെ വെച്ചാൽ നടക്കത്തില്ല എന്നായി പറയണത്. മര്യാദക്ക് അതിൻ്റെ അരൂപി മനസ്സിലാക്കിയിട്ട് കരുണയും സ്നേഹവും കൊണ്ട് ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നൊരു സമൂഹത്തിൻ്റെ ഭാഗമായി ഉടമ്പടി നിങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സാഗരമേ ശോകക്കൊടുമ്പേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കുമെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയ്ക്ക് കർത്താവ് അനേകം മക്കളെ സുഖപ്പെടുത്തുകയും തൻ്റെ തിരുമുറുവാർന്ന വലതുകരത്താൽ ആശീർവദിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഏകാഗ്രതയുടെ മനസ്സ് കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ഏകാഗ്രതയുടെ മനസ്സ് ദൈവത്തെ അർപ്പിക്കുക. അഭിഷേകം ലഭിക്കുന്ന ഒരു ഗാനം പാടിക്കൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് വരാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ സ്പർശിക്കണമേ. യേശുവേ, ആരാധന പാടാം
ജീവന്റെ തിരുഭോജ്യം. യേശുവേ ആരാധന 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 ആരാധന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. യേശുവേ ഞങ്ങൾക്ക് വിശ്വാസ സ്ഥിരത നൽകണമേ. പ്രാർത്ഥന വരം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ മുന്നേറുവാൻ ഈ ആരാധനയോടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവായ യേശുമിശിഹായേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 3 ലക്ഷത്തോളം മനുഷ്യരാണ് ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും കൂടുന്നത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മനുഷ്യരെ, എല്ലാ ജില്ലകളിലും സംസ്ഥാനങ്ങളിലുമുള്ള മനുഷ്യരെ, കർത്താവ് ഉടമ്പടി എടുത്തു പോയവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ മേലും കർത്താവിൻ്റെ വലിയ കാരുണ്യം ചൊരിയട്ടെ. കർത്താവിൻ്റെ വലിയ ശക്തി ഒഴുകട്ടെ. കർത്താവിൻ്റെ വലിയ സ്നേഹം ഒഴുകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ശക്തിനാട്ടിൽ വിഷ്ണുവിനെയും ഷാനാട്ടിൽ വിഷ്ണുവിനെയും വാസ യൂട്യൂബ് ചാനലിലൂടെയും സാക്ഷിയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നീ സ്പർശിക്കണമേ. സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. ആരാധന പാടാൻ മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ആണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. അത് ഗലാത്യർ 5:22 സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. ദയയാണ് നിൻ്റെ കരുണയുടെ ഭാഗത്ത് നിൽക്കുന്നത്. കരുണ എന്ന് പറയുന്നത് എല്ലാ വേദനപ്പെടുന്നവരിലും വിഷമസന്ധിയിലുള്ളവരിലും നിൻ്റെ രക്ഷകനായ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവിടുത്തോടുള്ള സ്നേഹത്താൽ നീ സമർപ്പിതയാകുന്നതും സമർപ്പണത്തിലൂടെ നീ സുവിശേഷത്തിൻ്റെ നിലവാരമുള്ള സാക്ഷിയായി മാറി ദൈവ പൈതലിൻ്റെ സ്ഥാനത്തേക്ക് നീ എടുക്കപ്പെടുന്നതാണ്. കർത്താവേ, അതുപോലുള്ള കൃപയിലേക്ക് അങ്ങയുടെ മക്കളെ നീ ഉയർത്തണമേ, വളർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന പാടാൻ മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാൻ മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടി വച്ചിരിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. ആ മേഖലയെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് പ്രതീക്ഷിക്കുന്നതും യാചിക്കുന്നതും. കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളോട് നീ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നീ കരുണ തോന്നാൻ വേണ്ടി ഞങ്ങളുടെ നിബന്ധനകളോട് കർത്താവേ, ഉടമ്പടിയുടെ കരുണയിൽ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികമായ അഭിഷേകം ഞങ്ങളെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ ദിവസവും ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങൾ, ഓരോ ദിവസങ്ങൾ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വിഷയങ്ങൾ എല്ലായിടത്തും ദൈവത്തെ കണ്ടെത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകമായ അഭിഷേകം നൽകിക്കൊണ്ട് ഞങ്ങളെ കൃപയിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വരം കൊണ്ട്
അതുപോലെ വിശ്വാസ വരം കൊണ്ട് ഞങ്ങൾക്ക് നിലവാരമുള്ള സുവിശേഷ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ആരാധന പാടാൻ മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാൻ മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. കാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. മക്കളെ കൈകൾ കൂപ്പിക്കൊണ്ട് സ്തുതിക്കട്ടെ. മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവെ, മക്കളുടെ കരുണ നന്ദി. ഇവിടെ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും അന്യദേശങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരും കർത്താവെ, ഇപ്പോഴേ ദേവാലയത്തിൽ കർത്താവെ നിന്റെ ജീവനോടെ നീ ജ്വലിച്ചു നിൽക്കുന്ന ദൈവികമായ അഭിഷേകത്തിൻ്റെ ഈ വലിയ നിമിഷങ്ങളിൽ കർത്താവെ, നിന്റെ കരുതരണങ്ങളാണ് ഇപ്പോഴതിൻ്റെ അത്ഭുതകരങ്ങളെ മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികൾ, പീഡിതർ, കർത്താവ് ആന്തരിക അവയവങ്ങളിലെ രോഗമുള്ളവർ, കർത്താവ് ചർമ്മങ്ങളിൽ അലർജി ഉള്ളവർ, മുടി കൊഴിഞ്ഞു പോകുന്നവർ, കർത്താവ് കീമോ എടുത്തുകൊണ്ടിരിക്കുന്നവർ, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, വിസർപ്പ രോഗികൾ, കർത്താവ് വിശിഷ്ടമുള്ളവർ, കർത്താവ് മക്കളെ ഇല്ലാത്തവർ, കർത്താവ് ഗർഭാശയത്തിലും അന്നനാളത്തിലും എല്ലാം കർത്താവ് ശിഷ്ടമുള്ളവർ, കർത്താവ് ബ്ലീഡിംഗ് ഉള്ളവർ, കർത്താവ് മൂത്രാശയത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ, പലതരത്തിലുള്ള കർത്താവ് ആന്തരിക അവയവങ്ങളെ സ്രാവങ്ങളുള്ളവർ, കർത്താവിൻ്റെ കരുണ ചൊരിയുടെ കർത്താവ് അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവ് സഭയിലുള്ളതിൻ്റെ സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുന്ന അടിപ്പഴം പോലെ വൈദാഖലം പോലെ ദൈവികമായ ശക്തി കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാല് വരെ മക്കളുടെ മേൽ കർത്താവ് ആവശ്യിക്കുന്ന കർത്താവ് എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും എല്ലാ നാഡ്യതന്തുക്കളിലും ഞരമ്പുകളിലും കർത്താവ് ഹൃദയ ധമനികളെ, ഹൃദയ ഭിത്തികളെ, ഹൃദയ കോശങ്ങൾ കർത്താവ് ഹൃദയത്തിൻ്റെ അസ്വസ്ഥ, കരളിൻ്റെ അസ്വസ്ഥങ്ങൾ, കിഡ്നിയുടെ അസ്വസ്ഥങ്ങൾ കർത്താവ്, എല്ലാവിധ ആന്തരിക അവയവങ്ങൾ കർത്താവ്, ഘരണീയ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ കർത്താവ്, പാരസസ് രോഗങ്ങൾ കർത്താവ്, എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ, ബ്രെയിൻ ട്യൂമറുള്ളവർ, ട്യൂമറിൻ്റെ അസുഖങ്ങൾ, മറ്റിടങ്ങളിൽ ശാരീരികമായ ഇടങ്ങളിലുള്ള സിസ്റ്റം ഉള്ളവർ കർത്താവ്, എപ്പിലെപ്സി രോഗികൾ കർത്താവ്, കർത്താവ് പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കൾ കർത്താവ് അങ്ങയുടെ തിരുസന്നിധി ഉച്ച മുതൽ കർത്താവ് ഉള്ളംകാല് വരെ കർത്താവ് എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മരുന്നോ ലേപനമല്ല കർത്താവ്, പക്ഷാപുറത്തോടെ മരുന്നോ ലേപനമല്ല കർത്താവ്, മരുന്നോ ലേപനമല്ല കർത്താവ്. അങ്ങയുടെ വചനമാണ് മക്കളെ സുഖപ്പെടുന്ന ജീവിതത്തിലെ ദുരിതങ്ങൾ, ജീവിതത്തിലെ തടസ്സങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വിസ ഒത്തുവരാത്ത അവസ്ഥകൾ കർത്താവ്, പരീക്ഷയ്ക്ക് കർത്താവ്, പഠന റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ കർത്താവ്, ഇൻ്റർവ്യൂ ടെസ്റ്റിന് വേണ്ടി കർത്താവ് അഭിമുഖീകരിക്കുന്ന കർത്താവ്, ജോലിക്ക് വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ കർത്താവ്, വിദേശത്ത് പോയിട്ട് കർത്താവ് ജോലി കിട്ടാതെ അറിയുന്നവർ കർത്താവ്, പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്ന കർത്താവ്, എല്ലാ തരത്തിൽ കർത്താവ്, മക്കളില്ലാത്തവർ കർത്താവ്, ഉള്ള മക്കൾ കർത്താവ് ചാപിള്ളയായി പല പ്രാവശ്യം ഗർഭവർഷമായി പോയിട്ടുള്ള മക്കൾ, നടുവേദനക്കാർ കർത്താവ്, ശ്വാസകോശ സ്പോണ്ടിലോസിൻ്റെ അസുഖമുള്ളൊരു കർത്താവ്, എല്ലാം കർത്താവ് വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതൽ കർത്താവ് ഉള്ളംകാല് വരെ മാരക രോഗങ്ങൾ, തീരാവേദികൾ, സർവ്വ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ അടിപ്പിടർ പോലെ വൈദാഖാനം പോലെ ദൈവിക ശക്തി വെക്കട്ടെ, ദൈവീയ ശക്തിയുടെ അടിപ്പിടർ പോലെ വൈദാഖാനം പോലെ ദൈവികമായ ശക്തി വെക്കട്ടെ. ഈശോ എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. നാഥാവരേണമേ സൗഖ്യം നൽകണമേ. നാഥാവരേണമേ എന്നിൽ നിറയണമേ. നാഥാവരേണമേ സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, വിവാഹം ഒത്തുവരാത്തവര്, വിവാഹത്തിൽ മാനസികമായിട്ട് പൊരുത്തക്കുറവുണ്ടായിട്ട് അകന്നു പോകാൻ പോകുന്നവർ, വിവാഹത്തിൻ്റെ കേസിലകപ്പെട്ടിരിക്കുന്നവർ, സാമ്പത്തിക തകർച്ച മൂലം കുടുംബത്തിൻ്റെ സമാധാനം അനുഭവിക്കാതെ കുടുംബമായിട്ടിങ്ങനെ കഴിഞ്ഞു കൂടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുടുംബജീവിതത്തിൻ്റെ യാതൊരു ചൈതന്യവും ഇല്ലാത്ത രീതിയിൽ പലതരത്തിൽ നിരാലംബരായി പോയിരിക്കുന്ന മക്കളുടെ ദുർനടപ്പുകൾ, തെറ്റായ ബന്ധങ്ങൾ, അവരുടെ പഠനങ്ങൾക്കുണ്ടാകുന്ന തകർച്ചകൾ, അന്യദേശങ്ങളിൽ പോയിട്ട് ഇപ്പോഴും പണം അങ്ങോട്ട് അയച്ചു കൊടുത്ത് കുടുംബം കടമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ഭവനരഹിതരെ, ഒരു മാർഗവും കൺമുമ്പിൽ തെളിഞ്ഞു വരാത്തവർ, കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദനപ്പെട്ട് ജീവിക്കുന്നവരെ പരിശുദ്ധ അമ്മ ദേവമാതാവിന് കൃപാസനം അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കർത്താവെ വന്ന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി കർത്താവെ ഓരോ മകനെയും മകളെയും ഇവിടെ ഉള്ളവരെയും അകലങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുമുർ വാർന്ന വലതുകരത്താൽ അടിപ്പിണർ പോലെ കർത്താവെ ആശീർവദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, കർത്താവ് ദൈവത്തിൻ്റെ കരുണ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ദൈവികമായ ശക്തി ഒഴുകുകയും എല്ലാ വിവിധ പ്രാരാബ്ധങ്ങളിൽ നിന്നും എല്ലാ മനസ്സിൻ്റെ തറവാദങ്ങൾ, അതുപോലെ തന്നെ മനസ്സിൻ്റെ തറവാദങ്ങൾ, കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുഴഞ്ഞുപോയ മനസ്സ്, തകർന്നുപോയ മനസ്സ്, ശരീരവും തളർന്നിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ ആരും സഹായിക്കാൻ എല്ലാവരും ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റാത്തവർ, ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ ശ്രദ്ധിക്കട്ടെ. മഹത്വം മഹത്വം.